ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി പ്രശസ്തനാണ്, പ്രഗത്ഭനാണ്, നല്ലൊരു കലാകാരനാണ്, സിനിമാ പ്രവർത്തകനാണ്. എന്നാൽ അദ്ദേഹം സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനറായും കൺട്രോളറായും ഒക്കെ പ്രവർത്തിച്ച് വരുന്ന ഒരു മനുഷ്യനും കൂടെയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നല്ലൊരു പാട്ടുകാരനും നല്ല സരസഹൃദയമുള്ള ഒരു വ്യക്തിയുമായ ശ്രീ കുടപ്പനക്കുന്ന് രാജീവാണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. രാജീവേട്ടാ, നമസ്കാരം. നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ചിലപ്പോൾ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ പറയും. മനുഷ്യനല്ലേ, അപ്പൊ അതൊക്കെ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ഇന്ദ്രസേട്ടൻ കിട്ടിയാൽ വയ്ക്കാം, അന്തസേട്ടൻ വയ്ക്കാം. പിന്നെ തീർച്ചയായും ഇന്ദ്രസേട്ടൻ വെച്ചാൽ എൻ്റെ ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ ഇന്ദ്രസേട്ടൻ അത്രയ്ക്കും വലിയൊരു നായകനാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വേറെ അവരെയൊക്കെ നമുക്ക് പറയാൻ വാക്കുകൾ കൊണ്ട് തീരില്ല. യൗവനമോ ഋതുദേവതയോ രാത്രി തണുത്ത ഇതൊക്കെ കഴിച്ചു തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം പ്രണയമയം തരനിരി ലോല ലോലയായി ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞപ്പോ നിവിന്റെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വേറെ അവരെയൊക്കെ നമുക്ക് പറയാൻ വാക്കുകൾ കൊണ്ട് തീരില്ല. ദൂരദർശനിലൂടെയാണ് രാജീവേട്ടൻ സിനിമാ ലോകത്തേക്ക് എത്തിയത്. പക്ഷേ ദൂരദർശനിലൂടെ ആണെങ്കിലും മറ്റു പല ചാനലുകളിലും രാജീവേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയായി പല ചാനലുകളും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. വീടിന് അടുത്തുള്ള കിഴക്കേവിള എന്ന് പറഞ്ഞാൽ കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ അമ്പലത്തിൻ്റെ അടുത്ത് കുന്നത്ത മഹാദേവ ക്ഷേത്ര റോഡ്, അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ പമ്പുള്ളത്. കിഴക്കേവിള വലിയൊരു തറവാട് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ഷൂട്ടിങ്ങിന് വണ്ടി വന്ന് കിടക്കുമ്പോൾ ഞാൻ കൺകോടി സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്നേരം ആ സ്കൂളിൽ പോവാതെ ഈ ഷൂട്ടിംഗ് തീരുന്നത് വരുന്നെന്ന്. അപ്പോൾ അന്ന് എൻ്റെ ഗ്രാമം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൽ എനിക്ക് അന്ന് ഗാനരചന സംഗീതം ഒന്നും അറിയില്ല. സംഗീതമൊക്കെ മനസ്സിലുണ്ട്, പഠിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. ആരും പഠിപ്പിക്കാനൊന്നും വീട്ടിൽ സാമ്പത്തികമായ അന്ന് ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള കാലമാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് നല്ല ആഹാരവും നല്ല ഫലപുഷ്ടിയുള്ള ആഹാരമൊന്നും അന്ന് കഴിച്ചിട്ടില്ല. നല്ല ആഹാരം കഴിക്കുന്ന ഓണം വരുമ്പോൾ, വിഷു, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്കൊക്കെ അങ്ങനെ നമ്മളെ കാലത്ത് അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഈ സിനിമ ലൊക്കേഷൻ ചെന്നപ്പം MG സോമൻ സാറ് കനകദുർഗ അമ്മയെ കണ്ടു. അപ്പോൾ എനിക്കൊന്നും അവരെയൊക്കെ കാണാൻ ആഗ്രഹമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നു കഴിയുമ്പോൾ ഞാൻ പാട്ട് പിറ്റേ ദിവസം പാട്ട് സീൻ അപ്പോൾ ആഗ്രഹമൊന്നും എനിക്കറിയില്ല. വച്ചിട്ട് ഞാൻ പാട്ട് ഇങ്ങനെ വരും. പാട്ട് പാടാമല്ലോ രണ്ടുപേരും. എൻ്റെ കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം കുറേ സമയമൊക്കെ ക്ഷമിച്ച്, കൊച്ചു പയ്യനാണ്. എല്ലാ കുട്ടികളും അവർ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോയി, ഞാൻ പോകുന്നില്ല. വീട്ടിൽ നിന്ന് ആഹാരവും ഇല്ല. ഇവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും, വേണമെന്ന് ചോദിക്കില്ല. കാരണം അവരുടെ നിയമം അതാണ്. പിന്നെയാണ് പിൽക്കാലത്ത് എനിക്ക് അതേ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. പിന്നെ വീട്ടിലാരെങ്കിലും? വീട്ടിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് അമ്മയും താമസിക്കുന്നത്. എൻ്റെ വൈഫ്, കുഞ്ഞ് മോനുണ്ട്, മോളുണ്ട്. വൈഫ് ബ്യൂട്ടീഷ്യൻ ആയിരുന്നു, പിന്നെ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചു. അങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നുണ്ട്, പോകുന്നുണ്ട് വർക്കൊക്കെ ചെയ്യാൻ. അങ്ങനെ മകൻ വന്നിട്ട് മാർവാനീസ് കോളേജിൽ ഈ BA ലിറ്ററേച്ചർ പഠിക്കുന്നു. മകൾ 10ാം ക്ലാസ്സിൽ ചിന്മയ വിദ്യാലയ വഴുതയ്ക്കാട്. ഒരു സിനിമ നിർമ്മിക്കാൻ അവസരം കിട്ടിയാൽ ആരായിരിക്കും ആ സിനിമയുടെ നായകൻ? അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി പേരുണ്ട്. എന്റെ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറരുത്. സിനിമ നിർമ്മിക്കാൻ അവസരം കിട്ടിയാൽ ആ സിനിമയുടെ നായകൻ ആരായിരിക്കും? അല്ല, ആ കഥയ്ക്ക് അനുയോജ്യമായി ഇപ്പൊ ലാലേട്ടൻ വേണമെങ്കിൽ ലാലേട്ടൻ, മമ്മൂക്ക. മമ്മൂക്ക. എനിക്ക് മമ്മൂട്ടി, ലാലേട്ടൻ രണ്ടുപേരാണ് എൻ്റെ മനസ്സിൽ. അവരെ വെച്ച് ചെയ്യണമെന്ന് പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ട്. ആദ്യകാലം മുതലേ മമ്മൂക്കയുടെ പടങ്ങളെല്ലാം ഇറങ്ങണം എൻ്റെ അന്ന് കാണും. ലാലേട്ടൻ്റെ പടം അതുപോലെ. രണ്ടുപേരും വേറിട്ട, രണ്ടുപേരും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. എന്നുവെച്ചാൽ രണ്ടുപേരും വ്യത്യസ്തമായ. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് തന്നെ ഞാൻ ഉള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് നിവിൻ പോളി, ഫഹദ്, ഞങ്ങളെ കുടുംബ മെമ്പർമാരായ അജു വർഗീസ്, വിനീത് ശ്രീനിവാസ്, അങ്ങനെ വരും. ഏറ്റവും ഇഷ്ടമുള്ള സംവിധായകനാണ്? അല്ല, അങ്ങനെ പറയാം എൻ്റെ കൂടെ അങ്ങനെ പറയാൻ ഒക്കില്ല. കാരണം വെച്ചാൽ അല്ല, വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ ശ്യാമപ്രസാദ് സാറ് ഏറ്റവും വലിയ സംവിധായകൻ എന്ന് എനിക്ക് പറയാം. കാരണം സാറിൻ്റെ കൂടെയാണ്. മേനോ സാറ് ഒരിക്കലും മാറ്റാനൊക്കാത്ത സംവിധായകൻ. എനിക്ക് ഷാജി M സാറ്, പിന്നെ ഈ ക്യാമറാമാൻ സണ്ണി ജോസഫ് സാറിൻ്റെ കൂടെ സീരിയൽ ചെയ്തു അദ്ദേഹം. പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ പറയാം. സേന സാറൊക്കെ മറക്കാമോ? തുളസീദാസ് സാർ, ബാലേന്ദ്ര മേനോൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്.
ഭയങ്കര വഴക്കുടക്കവും ദേഷ്യവും ഒന്നുമില്ല. അതുപോലെ ശ്യാമപ്രസാദും ഷാജിം സാറും അങ്ങനെ ആ ഗ്യാങ്ങിലുള്ള, പിന്നെ വിജയ് തമ്പി സാർ ഞാൻ പറയാൻ വിട്ടു, എനിക്ക് മറക്കാൻ ഒക്കാത്ത, എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്ന് സിനിമയിലേക്ക് വരാൻ കൂടുതൽ ശക്തനാക്കി തന്നത് വിജയ് തമ്പി സാറാണ്. തമ്പി സാറിൻ്റെ കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഏഷ്യാനെറ്റിൻ്റെ മഹാത്മാഗാന്ധി കോളനി, സുമംഗലിയൊക്കെ ചെയ്തത് ഞാനാണ്. അതൊരു ഭയങ്കര സ്കൂളാണ്. സാർ എപ്പോഴും എന്തിനും കർശനമായിട്ട് കാര്യങ്ങൾ. സാറിനോടുള്ള ഏറ്റവും വലിയ സംഭവം വെച്ചാൽ സാറിൻ്റെ നിർമ്മാണത്തിൽ സാറ് ചെയ്താലും, കുടപ്പനകുന്ന് രാജീവ് താങ്കൾ പറഞ്ഞില്ല നിർമ്മിക്കണമെന്ന്, നിർമ്മിച്ചാൽ സംവിധായകനായിട്ട് എനിക്ക് തമ്പി സാറിനെ വെച്ച് ചെയ്യണമെന്നുണ്ട്, സണ്ണി ജോസഫ് സാറിനെ ചെയ്യണമെന്നുണ്ട്, പ്രേംകുമാർ ഏഷ്യൻ എയർപോർട്ടിലെ അവരൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പം ആൾരൂപങ്ങൾ ചെയ്തു, സീരിയൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നല്ല വർക്കറാണ്, നല്ല സൂപ്പർ ഡയറക്ടറാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേര് എനിക്ക് പറയാൻ ഒക്കില്ല, അങ്ങനെ അത്ര ഡയറക്ടറുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കെ രാജീവ് സാർ അദ്ദേഹത്തിലൂടെ പണ്ട് സീരിയൽ ചെയ്തു. അന്ന് എൻ്റെ ഗുരുനാഥൻ പേരുടെ വേണുചേട്ടൻ്റെ കൂടെ മനേരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ SL പ്രദീപേട്ടൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. രാവു മംഗലപ്പള്ളി, AR കണ്ണൻ ചേട്ടൻ, ഈ പറഞ്ഞ രഞ്ജിത്ത് ചേട്ടൻ, നമ്മുടെ ഇവിടുത്തെ നല്ല ഡയറക്ടറും നിർമ്മാതാവുമായ രഞ്ജിത്ത്, പിന്നെ M രഞ്ജിത്ത്, മറ്റേ രഞ്ജിത്ത് സാറിൻ്റെ കൂടെ കോഴിക്കോട് രഞ്ജിത്ത്, അത് ഞങ്ങളുടെ കുടുംബ ബന്ധം പോലെ ശ്യാമപ്രസാദ്, ആ ഒരു ഗ്യാങ് ഞങ്ങളൊരു ഫാമിലി ആയിട്ട്. അതായത് ന്യൂ ജനറേഷൻ സിനിമയും രാജീവേട്ടൻ വന്ന ആ കാലഘട്ടത്തിലെ സിനിമയും തമ്മിൽ എന്തായാലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം രാജീവേട്ടൻ എങ്ങനെയാണ് അതിനെ, ആ ന്യൂ ജനറേഷനെ നോക്കിക്കാണുന്നത്? ന്യൂ ജെൻ ഫാസ്റ്റാണ്, പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് അവർ എന്തെങ്കിലും ഒരു സംഭവം കൊടുത്ത് അവർ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇത് ഇങ്ങനത്തെ സാധ്യതകൾ ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് സാധ്യത കുറവാണ്, ഞാൻ ഈ കഥാപാത്രം ചെയ്യണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലേക്ക് സിനിമ ഉയർന്നിരിക്കുകയാണ്. ഒരു നടനോ സംവിധായകനോ നിർമ്മാതാവിനോ വഴങ്ങിക്കൊടുത്തതിന് ശേഷം പിൽക്കാലത്ത് അത് കഴിഞ്ഞിട്ട് ഇതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരും ഇല്ല. സിനിമയെ കാസ്റ്റിംഗ് കൗച്ച്, അതായത് സിനിമയിൽ വേഷങ്ങൾ കൊടുക്കുന്നതിന് അവരെ ഉപയോഗിക്കുന്നു, അവർ വഴങ്ങിക്കൊടുക്കണം എന്ന നിലയിൽ ആണ് സിനിമ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ ഇതിനെക്കുറിച്ച് രാജീവേട്ടൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ സാധാരണ ലെവലിലുള്ള നല്ലൊരു പിന്നെ അറിയപ്പെട്ട അല്ലെങ്കിൽ അഡ്രസ്സുള്ള കമ്പനികളുടെ സിനിമകളൊക്കെ ചെയ്യുമ്പം അതൊക്കെ കുറവാണ്. അങ്ങനെ അഡ്രസ്സ് ഇല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പുതിയ സിനിമ എടുക്കാൻ നേരത്ത് അവർ സാമ്പത്തികമില്ലാതെ വന്ന് അവർ വർക്ക്ഷോപ്പും ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വെച്ച് കാസ്റ്റിംഗ് കാൾ കൊടുത്ത് ചെയ്യിക്കുന്ന ഒത്തിരി പ്രവൃത്തികൾ കേൾവി. അപ്പം ഈ പുതിയതായിട്ട് വരുന്നവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് വന്നാലും അവരത് ഒന്നുമില്ല, അവർക്ക് ആരും അറിയത്തില്ലല്ലോ, ഇതിലൂടെയാണ് അവർ 10 പേർ അറിയുന്നത്. അപ്പം അങ്ങനെ കുറേ വേണ്ടാദിനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അറിയപ്പെടാൻ വേണ്ടിയും അവർക്ക് സിനിമയുടെ നല്ലതും വശവും ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടി രക്ഷപ്പെട്ട് എത്രയോ പുതിയ ആൾക്കാരുണ്ട്. അപ്പം അത് മറ്റു ഞങ്ങളെപ്പോലെ സാങ്കേതികതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒത്തിരി ബാധിക്കുന്നുണ്ട്. എല്ലാവർക്കും. നമുക്കിപ്പം തന്നെ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ ഫോൺ ചെയ്യാനൊക്കില്ല, സംസാരിക്കുന്ന വാക്കുകൾ നമ്മളിപ്പോൾ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ പറയുന്നു, മനുഷ്യനല്ലേ. അപ്പം അതൊക്കെ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് വരും. ഇപ്പം നമ്മൾ പല ആക്ട്രസിന് പല ആക്ടർമാരും ദുഃഖം അനുഭവിക്കുന്നുണ്ട്. രാജീവേട്ടന് വടക്കം വീരഗാഥ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യാൻ ഒരു അവസരമുണ്ടായി. മമ്മൂക്ക ചെയ്ത ചന്തുവിന്റെ വേഷം ആരെ കൊണ്ടായിരിക്കും അഭിനയിപ്പിക്കുക? അങ്ങനെ എനിക്ക് ഇന്ന് പറയാൻ അല്ല, നമ്മള് ഒരു കഥ നേരത്തെ പറഞ്ഞില്ലേ, കഥയ്ക്ക് അനുസരിച്ചുള്ള അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വടക്കം വീരാത ഒന്നുകൂടെ സംവിധാനം ചെയ്യണം എന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചന്തുവായിട്ട് ആരും? എനിക്കിന്ന് അന്ന് ഡേറ്റ് അവൈലബിലിറ്റി അതായത് ഇപ്പോ നമ്മള് ഇന്ദ്രൻ ചേട്ടൻ, ഇപ്പൊ രാജീവേട്ടൻ പറഞ്ഞു കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ നടന്മാരെ സെലക്ട് ചെയ്ത് സിനിമയിൽ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ദ്രൻ സേന്റെ ആകാര ഭംഗി ചന്തുവായിട്ട് യോജിക്കും എന്ന് ഉള്ള ഒരു ഇതിലോട്ടെത്തും. ഇന്ദ്രസേട്ടൻ കിട്ടിയ വയ്ക്കാം, പിന്നെ തീർച്ചയായും ഇന്ദ്രസേട്ടൻ എന്റെ ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ ഇന്ദ്രസേട്ടൻ അത്രയ്ക്കും വലിയൊരു നായകനാണ്, അത്ര നല്ലൊരു ഇരുത്തം വന്നൊരു നടനാണ്. 100% അദ്ദേഹത്തിന് വയ്ക്കാം. എനിക്ക് താല്പര്യമുണ്ട്. പഴശ്ശിരാജ കുറുകിയ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ചരിത്രത്തിൽ. പഴശ്ശിരാജ പക്ഷെ അത് ഇത്രയും ഹൈറ്റ് ഉള്ള വെളുത്ത് സുന്ദരനായ മമ്മൂക്കയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും അല്ല, താങ്കൾ കറക്റ്റ്, നല്ല ചോദ്യമാണത്. കാരണം അങ്ങനെ ഇല്ല, തെറ്റാണ്. അത് വെളുത്ത ആള് തന്നെ അല്ല ഭയങ്കര ഭംഗി ഇങ്ങനെ അങ്ങനത്തെ ഒരാൾ വേണമെന്നില്ല. ഇന്ദ്രൻസേട്ടന്റെ വളരെ ബെസ്റ്റ് ചോയ്സ് ആണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ ഇന്ദ്രൻസേട്ടൻ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഡേറ്റ് ആണ് ഞങ്ങൾ ഇന്നത്തെ കാലത്ത്. അപ്പൊ ഭഗത് ഫാസിലായാലും നിവിൻ പോളി ആയാലും ഒക്കെ ഓക്കെയാണ്. വടക്കം വീരാതെ സംവിധാനം ചെയ്താൽ
രാജീവേട്ടൻ സംവിധാനം ചെയ്താൽ ചിലപ്പോ ഇന്ദ്രൻ ചന്തുവായിട്ട് ചന്ദനലേപ സുഗന്ധം ആ പാട്ടും പാടി ഇന്ദ്രൻ ചേട്ടൻ വരും. അത് പ്രേക്ഷകർ കാണും, അംഗീകരിക്കും. അങ്ങനെ ഒരു കാലം മലയാള സിനിമയിൽ വരണം. അതങ്ങ് അങ്ങനെ പറയാനൊക്കില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഹോം എന്ന സിനിമ ഇന്ദ്രൻ ചേട്ടൻ അഭിനയിക്കാമെങ്കിൽ ഈ പടം ചെയ്യാനും കഴിയുമെന്ന്. ഹോമിലെ അസാധ്യ ഹോം അല്ല, ഒത്തിരി നല്ല സിനിമകൾ ഇന്ദ്രൻ ചേട്ടൻ കൊടുത്തു കഴിഞ്ഞു. അതായത് എനിക്കിഷ്ടം ഫഹദ്, ഭയങ്കര ഈ കഥാപാത്രം ചെയ്യാൻ പറ്റിയ നിരവധി കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. ദുൽഖർ, അത് ഏത് ടൈപ്പ് ചെയ്യും. നിവിൻ പോളി, ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞപ്പോൾ നിവിൻ്റെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വേറെ, അവരെയൊക്കെ നമുക്ക് പറയാൻ വാക്കുകൾ കൊണ്ട് തീരില്ല. മമ്മൂക്ക, ലാലേട്ടൻ വാക്കുകൾ ഒതുങ്ങില്ല. സുരേഷ് ഗോപി, സുരേഷ് ചേട്ടൻ, കുടുംബത്തിൽ എൻ്റെ ആ ചേട്ടൻ അത്ര നമ്മളെ ശാസിക്കുന്ന രീതി നിൽക്കുന്നത്. പിന്നെ എൻ്റെ ശ്രീകുട്ടൻ ചേട്ടൻ, ചേച്ചി, കുടുംബം, അവരൊക്കെ നമ്മളെ കുടുംബത്തിൽ എന്നും എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം എത്തിയതിൽ അവരുടെയൊക്കെ കൈ മുതൽ ഇങ്ങനെ പിടിച്ച് തന്ന ആ സ്നേഹമുണ്ട്, അനുഗ്രഹമുണ്ട് അവരുടെയൊക്കെ. പിന്നെ അതുപോലെ ആസിഫ് അലി നമ്മുടെ കുടുംബത്തിലെ പടത്തിൽ വന്ന ജയസൂര്യ, ജയൻ, അപ്പൊ ആ ജയന്റെ കുടുംബവും ഞങ്ങൾ അത്ര ബന്ധമാണ്. യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സ് തുറന്ന് സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രാജീവന്റെ മനസ്സിലുള്ള സംഭവങ്ങളും ഒക്കെ പറഞ്ഞതിന് വളരെ നന്ദി. തിരനുരയും ആ പാട്ട് അറിയാമോ? തിരനുരയും ആ പാട്ട് അറിയാവുന്ന കുറച്ച് രണ്ടുപേരും പാടാം ആണല്ലേ. തിരനുരയും വരി മറന്നു ചുരുൾ തിരനുരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം അത്രയും പാടിയതല്ലേ. തിരനുരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം പ്രണയമയം തരനിരി ലോല ലോലയായി തരനിരി നിരി നിരി തിരനുരയും ചുരുളലയിൽ സാഗര സൗന്ദര്യം. രാത്രി തണുത്ത ഇതൊക്കെ കഴിച്ചു. രാജീവേട്ടൻ മുമ്പും പാടുന്ന ഒരു പാട്ടുണ്ട്, നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ അപ്പു എന്ന് പറയുന്ന സിനിമയിലെ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴി കുന്നിൽ വെച്ചോ ആ പാട്ട്. കൂത്തമ്പല, അത് ശ്രീകുട്ടൻ ചേട്ടന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. രാജീവേട്ടൻ ഇങ്ങനെ പാടും, അത് രാജീവേട്ടന്റെ ശൈലിയിലാണ്. എനിക്ക് അത് കേൾക്കണം എന്നുള്ളത്. ഇപ്പൊ ശ്രീകുട്ടൻ ചേട്ടൻ പാടിയതാണെങ്കിലും രാജീവേട്ടൻ പാടുമ്പോൾ അതൊരു കുടപ്പനക്കുന്ന സ്റ്റൈലാവും. അപ്പൊ അത് രാജീവേട്ടൻ നമുക്ക് പാടിത്തരണം. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. കുളപ്പുരക്കല്ലിൽ വച്ചു ഊട്ടുപുരയ്ക്കുള്ളിൽ വച്ചു അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വച്ചു കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. പൂമാലക്കാവിലെ പൂരവിളക്കുകൾ പൂമുഖം കണ്ടു കൊതിച്ചോ. പൊന്നെഴുത്താം ചേലയുടെ ഞൊറികളിൽ മുഖം ചാച്ച് പൊന്നെഴുത്താം ചേലയുടെ ഞൊറികളിൽ മുഖം ചാച്ച് തെന്നലെന്റെ നെഞ്ചം തകർത്തു വീണ്ടും തെന്നലെന്റെ നെഞ്ചം തകർത്തു. കൂത്തമ്പ
കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. ചേലൊത്ത പുഞ്ചിരിയാൻ ഓട്ടുകൈ വട്ടകയിൽ പായസം കൊണ്ടുവന്നപ്പോ നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത, നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത പാൽമധുരം ചുണ്ടിൽ കിനിഞ്ഞു. ശൃംഗാര പാൽമധുരം ചുണ്ടിൽ കിനിഞ്ഞു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു.